സർക്കാർ സംവിധാനങ്ങളെ കുറിച്ച് പൊതുജനത്തിന്റെ നികുതിയെടുത്ത് പ്രവർത്തിക്കുന്ന, പൊതുജനത്തിന്റെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനത്തെ കുറിച്ച് ഒരാളും ഒരക്ഷരം മിണ്ടിപ്പോകരുത്. ആ സർവീസിലിരിക്കുമ്പോൾ അത് ബാധകമാണ്. ഇതാണ്, അങ്ങനെ മിണ്ടിപ്പോയാൽ ഇതായിരിക്കും ഫലം, കള്ളനാക്കും. ഇതാണിപ്പോൾ കാണുന്നത്. സർവീസ് ചട്ടങ്ങളൊക്കെ ശരി, അതിലൊരിടത്തും കള്ളനാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അലക്കുവാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇന്ന് ആരോഗ്യമന്ത്രി. അല്ല, അച്ചടക്ക ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാം. അതിനുള്ള ഇൻഡാസ് ഇതല്ല. ആരോഗ്യമന്ത്രി പറഞ്ഞ് അദ്ദേഹത്തെ കള്ളനാക്കുന്നതല്ല അതിനുള്ള ഇൻഡാസ്. ശ്രീ ഷാബു പ്രസാദ്, താങ്കളുടെ പ്രതികരണം. എനിക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല മഞ്ജുഷേ. കാരണം ഇത് ഇത്രയും സാധാരണഗതിയിൽ സംഭവിക്കേണ്ടത്, ഈ CPM-നെ പിണക്കി കഴിഞ്ഞാൽ, അവരെ വിമർശിച്ചാൽ അവരെ ആദ്യം പെടുത്തേണ്ടത് ഒരു പെണ്ണുകേസിലാണ്. ആ പെണ്ണുകേസിൽ പെടുത്തി വ്യക്തിഹത്യ ചെയ്ത് നശിപ്പിച്ച് കൊല വിളിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും സ്വാഭാവികമായ ഒരു കാര്യം. പക്ഷേ അതിന് പോലും ഈ ഡോക്ടറുടെ കാര്യത്തിൽ സ്കോപ്പില്ല. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നതിന്റെ ഉദ്ദേശം ഡോക്ടർ വീരൻ എന്നുള്ള മനുഷ്യനോടുള്ള പ്രതികാരമല്ല അതിനുള്ളത്. ഇപ്പം മഞ്ജുഷ വ്യക്തമായിട്ട് സൂചിപ്പിച്ചതുപോലെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നവരാരും എന്തിനാ വെറുതെ പൊല്ലാപ്പിന് പോകുന്നത്? എങ്ങനെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ, രോഗികൾ ചാവുന്നെങ്കിൽ ചത്തോട്ടെ, കാര്യങ്ങൾ നടക്കുന്നത് നടന്നോട്ടെ, എനിക്ക് എന്റെ ശമ്പളം മാസം തോറും കൃത്യമായിട്ട് കിട്ടുക, പെൻഷൻ കിട്ടുക, ബാക്കിയുള്ള കാലത്ത് മനസ്സമാധാനത്തോടെ ജീവിക്കുക. ഇവറ്റകളെ പിണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെയും എന്റെ കുടുംബത്തെയും വരെ ഒരു വെച്ചേക്കില്ല. ഇങ്ങനെ ഒരു തോന്നൽ പൊതുവെ ഉണ്ടാക്കുക, സർക്കാരിനോടുള്ള എതിർപ്പുള്ളവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് അവര് ഈ ഒരു മൈൻഡ് സെറ്റ് സൃഷ്ടിക്കുന്നതിൽ അവർ വളരെ വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട് കേട്ടോ, വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ ജേക്കബ് തോമസിനോട് ഇവർ ചെയ്തത് എന്താണ്? ജേക്കബ് തോമസ് IPS-നോട് 100% അഴിമതി രഹിതനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. 100%. അവസാനം സസ്പെൻഷന് പുറമെ സസ്പെൻഷൻ, പിന്നെ കോടതി, എല്ലാം കഴിഞ്ഞ് വീണ്ടും ഒടുവിൽ നിവർത്തിയില്ലാതെ സർവീസിൽ തിരിച്ചെടുത്തതിന് ശേഷം ഇവിടെ നമ്മുടെ ഷൊർണൂര് മെറ്റൽ ഇൻഡസ്ട്രീസ് അതിന്റെ MD-യൊക്കെ വിട്ടേക്കുന്നു. ഭീമമായ നഷ്ടത്തിലോടുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം. അവിടെ തൂമ്പായും കൂന്താലിയും മഴുവും വിച്ചാത്തിയും ഉണ്ടാക്കുന്നിടത്ത് അവിടെ ഈ സീനിയർ IPS ഉദ്യോഗസ്ഥനെ അവിടെ ഒരു കുടുസു മുറിയും കൊടുത്ത് അവിടെ വിട്ടേക്കുന്നു. അത് തന്നെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. അങ്ങനെ ഇത് ഇവരുടെ രീതിയാണ്. ഇനിയിപ്പോ ഇത് എങ്ങനെയാന്നുള്ള വളരെ കൃത്യമായിട്ട് അറിയാം. അതായത് മലയാളിയുടെ, കേരളത്തിന്റെ ആ സൈക്കോളജി അറിഞ്ഞാണ് ഇവർ കളിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ വീരൻ ഇപ്പൊ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ പൊതുജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഉണ്ട്. മലയാളി ഇത് പെട്ടെന്ന് മറക്കും. അവന്റെ മുമ്പിൽ പെട്ടെന്ന് ഒരു മറ്റെന്തെങ്കിലും ഒരു ഛത്തീസ്ഗഡില് ഒരു കന്യാസ്ത്രീ അറസ്റ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു ട്രെയിനിന്റെ അകത്ത് ഒരു അടിപിടി ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമം, നിങ്ങളടക്കമുള്ള മാധ്യമം ഇത് മറക്കില്ല. ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് മറക്കുമെന്ന്. കാരണം മെഡിക്കൽ കോളേജുകളും ആരോഗ്യ സംവിധാനവും ഒക്കെ മലയാളികൾ എപ്പോഴും ആശ്രയിക്കുന്ന ഒന്നാണ്. കാരണം അവിടെയുള്ള തിരക്ക് തന്നെ അതിന് വ്യക്തമാണല്ലോ. അപ്പോൾ അവിടുത്തെ സംവിധാനങ്ങളുടെ അപര്യാപ്തതയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് ആ ഡോക്ടർ തുറന്നു പറഞ്ഞത്. അത് തന്നെയാണ് ആ ഡോക്ടർക്ക് കിട്ടിയ സ്വീകാര്യതയുടെ കാരണവും. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് മറക്കുന്നതൊന്നുമല്ല. സർക്കാർ തോന്നുമായിരിക്കും ഇത് മറന്നുവെന്ന്. അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് ഒരു ദിവസം ഇത്രയും നാളും ആ ഡോക്ടറെ പിന്തുണച്ചിട്ട് മുഖ്യമന്ത്രി പിന്തുണച്ചില്ല. മുഖ്യമന്ത്രി അദ്ദേഹത്തെ എതിർത്ത് പറയുകയായിരുന്നു. നെഗറ്റീവ് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആകെ എല്ലാം തകർക്കുകയാണ് എന്ന ലക്ഷ്യമാണെന്ന്. പിന്നാലെ ദേശാഭിമാനി മുഖപ്രസംഗവും എഴുതി ഡോക്ടർക്കെതിരെ, ലേഖനവും എഴുതി ഡോക്ടർക്കെതിരെ. പക്ഷേ അങ്ങനെ മലയാളികൾ ഇത് മറക്കില്ല. ഡോക്ടർ ഹാരിസിനെതിരെ ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തതും അദ്ദേഹത്തെ കള്ളനായി ചിത്രീകരിക്കുന്നതും അത് പൊതുസമൂഹത്തിന് അറിയാം ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത്. ഇനി അങ്ങോട്ട് ആരും മിണ്ടരുത് എന്നതിന് ഉള്ള ഒരു മുന്നറിയിപ്പാണ്. ഒരു മിനിറ്റ്, മറക്കാതിരുന്നാൽ നല്ലത്. പക്ഷെ എനിക്ക് ആ വലിയ വിശ്വാസമൊന്നുമില്ല. ഒരു മനുഷ്യനെ റോഡിലിട്ട് 55 വെട്ടും മുഖത്ത് കൊടുത്ത് വെട്ടിക്കൂട്ടിയിട്ട സംഭവം ഈ ലോകത്തൊരിടത്ത് നടക്കാത്തൊരു കാര്യം നടന്ന സ്ഥലമാണ് ഈ കേരളം. അത് മലയാളി മറന്നു. അങ്ങനെ എത്ര പേര് മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മഞ്ജുഷിന്റെ ശുഭാപ്തി വിശ്വാസം ഞാനും പങ്കുവെക്കുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മൾ ഇവിടെ നടക്കുന്ന ചരിത്രം അങ്ങനെയല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? കാര്യം ഇങ്ങനെ ഒരു ഫിയർ സൈക്കോസിസ് പൊതുജനങ്ങൾക്കിടയിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടയിലും ഉണ്ടാക്കുക. ആ ഉണ്ടാക്കുന്നതിൽ ഇവർ വളരെ വലിയ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. ഇവിടെ ഡോക്ടർ വീരൻ തന്നെ പറഞ്ഞത് നോക്കൂ. ഡോക്ടർ ഹാരിസ് സോറി, ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരിക്കുന്ന 10-20 ലക്ഷം രൂപയുടെ ഉപകരണം
അന്ന് അവിടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിദഗ്ധ സമിതി അവിടെ എത്തുന്നത്. അവർക്ക് തിയേറ്ററിൽ കയറാൻ കഴിയില്ല, അതിനുള്ള അനുവാദമില്ല. അങ്ങനെ തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു ഉപകരണം കാണാതെ പോയി. 20 ലക്ഷം രൂപയുടെ ഉപകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനമാണോ? അങ്ങനെ ഒരു ഉപകരണം കാണാനില്ല എന്ന് ഇവർ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നു. ലോകത്ത് ഒരു മനുഷ്യനും കാണാത്ത ആ റിപ്പോർട്ട് മന്ത്രി പബ്ലിക്കായിട്ട് പറയുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടവരാരും ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല, ആർക്കും അറിയില്ല. എന്താ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ മനുഷ്യനെ കള്ളനെ, അതായത് ഇപ്പം റജി ലൂക്കോസ് അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഒന്ന് പരാമർശിച്ചു പോയില്ലേ ഉള്ളൂ. ആ ഒരൊറ്റ പരാമർശത്തിലൂടെ ഈ ഡോക്ടറെ പതുക്കെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. പോലീസ് അന്വേഷണത്തിലേക്ക് പോവുകയാണ്. ശ്രീ എം എസ് വേണുഗോപാൽ, പോലീസ് അന്വേഷണത്തിൽ